ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ നിന്ന് ജോയി നായർ നമുക്കൊപ്പം ചേരുകയാണ്. ജോയി, വലിയ ആവേശത്തിലാണ് എല്ലാവരും തന്നെ. മഞ്ഞപ്പട എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജേഴ്സിയിൽ നിന്ന് മഞ്ഞ എങ്കിൽ പോലും ആ ഗാലറി മുഴുവൻ മഞ്ഞ ആരാധകരെ കൊണ്ട് നിറയ്ക്കാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് എങ്ങനെ, എപ്പോൾ, അതേപോലെ തന്നെ എങ്ങനെയാണ് അവിടുത്തെ ഒരു ആംബിയൻസ്, ആ കാര്യങ്ങളൊന്ന് പറയുമോ? സുരേഷ്, തീർച്ചയായും ഇപ്പോൾ ഞാൻ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ നിന്ന് 1.5 കിലോമീറ്ററോളം ദൂരെയുള്ള വളരെ പ്രസിദ്ധമായ കോൾവ ബീച്ചിലാണുള്ളത്. സൗത്ത് ഗോവയിലെ അതിമനോഹരമായ ബീച്ചാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. രാവിലെ തന്നെ വലിയൊരു ആൾക്കൂട്ടം ഈ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ വിശേഷങ്ങൾ തന്നെ പങ്കുവയ്ക്കാൻ കഴിയും ഏതാനും സെക്കൻഡുകൾക്കകം. ഇന്ന് 7:30 മത്സരം. ആ മത്സരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ഗാലറി തയ്യാറായി കഴിഞ്ഞു. വലിയ ആവേശത്തിലാണ് നമ്മുടെ ആരാധകരെല്ലാം. ഇപ്പോൾ സുരേഷിന് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഈ ബീച്ചിൽ എത്തിയിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാണ്. സ്റ്റേഡിയത്തിനടുത്ത് തന്നെ ഇപ്പോൾ നിരവധി പേർ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് തന്നെ ഈ ആരാധകരുടെ ആവേശത്തിലേക്ക് കടക്കാം. എന്തായാലും ആ ആരാധകരുടെ കേറി വാടാ മക്കളെ, നമ്മുടെ ചങ്ക് കോച്ച് പറഞ്ഞു കേറി വന്നു, നമ്മൾ കപ്പും കൊണ്ടേ പോളൂ. എന്താണ് ഇത്തവണ ഈ ഗോവയിൽ ഉറപ്പായും കപ്പടിക്കുമെന്ന് പറയാൻ കാര്യം? ഇത്ര പ്രാവശ്യമായിട്ട് ISL കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച ടീമും ഏറ്റവും മികച്ച കോച്ചും തന്നെയാണ്. കപ്പടിച്ചാലും ഇല്ലെങ്കിലും ഈ ടീം കളിച്ച കളിയിൽ ആരാധകർ ഫുൾ തൃപ്തിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ക്ലബിന്റെ നേതൃത്വത്തിൽ ഉള്ള കൂട്ടായ്മയാണ് ഞങ്ങളുടെ എത്തിച്ചേർന്നത്. ഞങ്ങൾ കപ്പ് കൊണ്ടേ പോവുള്ളൂ. നമ്മുടെ പ്രിയങ്കരനായ ലൂഡക്ക് നമ്മുടെ കണ്ണൂരിന്റെ അഭിനന്ദനങ്ങൾ. കുറെ കാലത്തുള്ള കലിപ്പാണ്, അത് പ്രാവശ്യം ഞങ്ങൾ അടക്കിയിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. ഞങ്ങൾ വളാഞ്ചേരി വരുന്നത്. എന്തൊക്കെ കലിപ്പാ ഉള്ളത്? എല്ലാ കലിപ്പും. രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പരിക്കൊക്കെ പറയുന്നുണ്ട്. പരിക്കല്ല, ഈ ആരാധകരുടെ ആവേശവും മുങ്ങിപ്പോകും. ഞങ്ങൾ കാണുന്നത് നമ്മൾ ഇത്രയും കാലത്തെ കാത്തിരിപ്പ് അതൊന്ന് അടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കേരളത്തിലുള്ള മലയാളികൾ ഇത്രയും കാലത്തെ എല്ലാ കടങ്ങളും ഈ മലയാളി കൂട്ടം വീട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ഗോവയില് ഈ ഒരു വിശ്വാസം. എത്ര ഗോൾ അടിക്കും? നിങ്ങൾ ഈ ഗാലറിയിൽ കയറാൻ 2-1 ജയിക്കും. ഗാലറിയിൽ ആവേശം ഉണ്ടാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും. ഗാലറി മഞ്ഞ കടലായിരിക്കും. ഗാലറി തീർച്ചയായിട്ടും മഞ്ഞ കടലായിരിക്കും. ഇത് മാത്രമല്ല, നമ്മള് ബാക്കി ഫാൻസ് പലരും പത്തോടെ പോയവരുണ്ട്. പിന്നെ വളരെ നമ്മൾ വന്നതിന്റെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന്റെ 10-1 മാത്രമേ ഇതുള്ളൂ. ഇനിയും നമ്മൾ ഒരുപാട് പേരുണ്ട്. 100 മാത്രമേ ഉള്ളൂ. ഇനിയും നമ്മൾ ഒരുപാട് പേരുണ്ട്. ഗാലറി മഞ്ഞ കടലായിരിക്കും. ആശാൻ പറഞ്ഞു കേറി വാടാ മക്കളേന്ന്. ഗാലറി മഞ്ഞ കടലായിരിക്കും. മഞ്ഞക്കടലിന്റെ ആവേശമായിരിക്കും. ഞങ്ങൾ ജയിച്ചിട്ടേ ഇവിടുന്ന് പോകും. തീർച്ചയായിട്ടും കപ്പടിക്കും. ഹൈദരാബാദ് സ്ട്രോങ് ടീമാണ്, അത് നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ് ലെഗിൽ അവരെ തോൽപ്പിച്ചാണ്, 1-0 തോൽപ്പിച്ചാണ്. പക്ഷെ ഫസ്റ്റ് ലെഗിനെക്കാളും കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ നമുക്ക്. പ്രത്യേകിച്ച് ഇത്രയും ഗാലറി സപ്പോർട്ടും കൂടെ കേരളത്തിന് വരുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ കോൺഫിഡൻസ് കൂടും. കളി നല്ല മാറ്റം വരും. പിന്നെ നമ്മുടെ 11-ന് നമ്മുടെ ഫസ്റ്റ് 11-ന് യാതൊരു പ്രശ്നങ്ങളില്ല. എല്ലാവരും കംപ്ലീറ്റ്ലി ഫിറ്റാണ്, എല്ലാവരും റെഡിയാണ്. കൂടെ നമ്മുടെ ഈ ഒരു ഗാലറിയുടെ ഒരു ആവേശം കൂടെ വരുമ്പോൾ 100% നമ്മൾ ജയിക്കും. തീർച്ചയായും. എന്തായാലും നമുക്കിനി നിങ്ങളുടെ ഒരു ആരവമാണ് കാണാനുള്ളത്. ഈ ബീച്ചിലേക്ക് നമുക്ക് സുരേഷ് ഈ പറഞ്ഞതുപോലെ ഇത് വളരെ ചെറിയ കൂട്ടമാണ്. 10,000-ഓളം പേർ ഇവിടെ ഇപ്പോൾ ഈ ബീച്ചിലുണ്ട്. ബീച്ചിനപ്പുറത്ത് സ്റ്റേഡിയത്തിന്റെ ഭാഗത്ത് തന്നെ ഇപ്പോൾ
നിരവധി പേർ എത്തിക്കഴിഞ്ഞു. നിരവധി പേർ ബസ്സിലും മറ്റ് വാഹനങ്ങളിലുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 18,000 പേർക്കാണ് ഗാലറിയിൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ആ 18,000 പേരിൽ എനിക്ക് തോന്നുന്നു ഒരു 98% പേരും മലയാളികളായിരിക്കും, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അത്രയ്ക്ക് ആ ഒരു ആഗ്രഹമാണ് മലയാളികളുടെ മനസ്സിലുള്ളത്. കാരണം 3-ാം തവണയാണ് ഫൈനലിലെത്തുന്നത്. ആ 3-ാം തവണ കപ്പടിക്കും. ഒന്നിൽ പോയാൽ 3 എന്ന് പറയുന്നത് പോലെ ഇത്തവണ ആ കപ്പ് ഉയർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ രാത്രി മുതൽ തന്നെ ബീച്ചുകളെല്ലാം സജീവമായിരുന്നു. അതിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്ന് ജോയി നിൽക്കുന്ന ആ ബീച്ചിൽ ആ തിരമാലകളെ പോലെ തന്നെ ആയിരിക്കും ഈ സ്റ്റേഡിയത്തിലേക്ക് ഇനി കാണാൻ പോകുന്ന ആവേശം. ഒന്നിനു പുറകെ ഒന്നായി തിരമാലകൾ വരുന്നത് പോലെ തന്നെ ആവേശത്തിന്റെ അലയൊലിയായിരിക്കും ആ സ്റ്റേഡിയത്തിൽ. അതിൻ്റെ ഒരു പതിപ്പാണ് നമ്മളിപ്പോൾ രാവിലെ ജോയിക്കൊപ്പം തന്നെ കണ്ടത്. നമ്മൾ ഫുട്ബോൾ ആരാധകർ കേരളത്തിൽ നിന്നുള്ളവരൊക്കെ ഇനിയും ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന സീസണിലൊക്കെ അല്ലെങ്കിൽ ആദ്യ സീസണിലൊക്കെ ഹ്യൂമേട്ടൻ എന്ന് പറഞ്ഞ് മലയാളി ഫുട്ബോൾ ആരാധകർ നെഞ്ചോട് ചേർത്ത് വെച്ച പ്ലെയർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അഡ്രിയാൻ ലൂണയാണെങ്കിലും അതുമല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ ആണെങ്കിലും 100 തവണ ആ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ ആരാധിക്കണം, അത്രത്തോളം സേവുകൾ നൽകി രക്ഷിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഓരോ അവസരങ്ങളും എത്രത്തോളം ഗോളാക്കി മാറ്റുമോ അതെല്ലാം പയറ്റിയിട്ടുള്ള അഡ്രിയാൻ ലൂണ. അപ്പോൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ആ ടീം ഇത്തവണ ഫൈനലിലെത്തുമ്പോൾ എത്രത്തോളം ഫിറ്റാണ് ജോ? സുരേഷ് പറഞ്ഞതുപോലെ തന്നെ ആ കോച്ചിൻ്റെ ഒരു പിന്തുണ അത് ആ താരങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു ആവേശം ചെറുതല്ല. കാരണം അത്രയ്ക്ക് ആവേശം അവരിൽ കുത്തി നിറച്ചുകയാണ് ലുക്കോവിച്ച് എന്ന കേരളത്തിൻ്റെ പരിശീലകൻ. അപ്പോൾ ആ ഒരു ആവേശം തീർച്ചയായും അവരുടെ സിരകളിലൂടെ മൈതാനത്ത് ഒഴുകും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. ഇന്നലെ ആ താരങ്ങളെയെല്ലാം നമ്മൾ കണ്ടതാണ്, അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചതാണ്. അവരെല്ലാം 100% ഫിറ്റാണ്. ഒപ്പം തന്നെ കോൺഫിഡൻസും അവർക്ക് തീർച്ചയായും ഉണ്ട്. നേരത്തെ നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ സഹലിൻ്റെയും അതുപോലെ തന്നെ അഡ്രിയൻ ലൂണയുടെയൊക്കെ ചെറിയ തോതിലുള്ള ഒരു പരിക്ക് അത് കോച്ചിൻ്റെ ഒരു തന്ത്രമായി മാറട്ടെ എന്നാണ് ഈ ആരാധകരെല്ലാം ഇപ്പോൾ പറഞ്ഞതും. അപ്പോൾ ചെറിയ പരിക്ക് അവർക്കുണ്ട്, അതെല്ലാം മാറി ഈ 2 താരങ്ങളും, കാരണം ലൂണയെയും സഹലിനെയും ഒക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഈ ആരാധകരെല്ലാം എത്തിയിരിക്കുന്നത്. ഈ സഹലും ലൂണയൊക്കെ ഇന്ന് കളത്തിൽ കാണണമെന്ന് സഹലും ലൂണയും എല്ലാരും ഒന്ന് കളത്തിലുണ്ടാവും, എന്തായാലും ഉണ്ടാവും. നമ്മൾ ജയിക്കും തന്നെയാണ് വിചാരിക്കുന്നത്. 9:30-ക്ക് ശേഷം ഈ ഗോവയിൽ ഒരു കൊടി പാറുന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കൊടി ആയിരിക്കും. അതാണ് സുരേഷ് പറഞ്ഞതുപോലെ ഈ 2 താരങ്ങളിൽ മാത്രം ആശ്രയിച്ചല്ല, അല്ലെങ്കിൽ ഒരു ഇറങ്ങുന്ന 11 പേർ അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവർ, ബെഞ്ചിലിരിക്കുന്നവർ അവരെല്ലാം ശക്തനാണ്. അത്രയ്ക്ക് ശക്തമായ ഒരു ബെഞ്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അങ്ങനെയുള്ളൊരു ബെഞ്ച് ഉള്ളപ്പോൾ തീർച്ചയായും ഇത്തവണ ഹൈദരാബാദിനെ തറപറ്റിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അവിടെ അവരുടെ എതിരാളികളെ നമ്മൾ നിസ്സാരമായി കാണാൻ കഴിയില്ല. അതാണ് ജോയി, എതിരാളികളെ നമുക്ക് ഒരിക്കലും നിസ്സാരമായി കാണാൻ കഴിയില്ല. കാരണം പ്രായത്തിന്റെ കാര്യത്തിൽ, ഈ ISL പ്രായത്തിന്റെ കാര്യത്തിലും എക്സ്പീരിയൻസ് നോക്കിയാൽ ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് 3 വർഷത്തെ മൂപ്പുണ്ടെന്ന് വിചാരിക്കാം ഈ ഹൈദരാബാദിനെ അപേക്ഷിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു പരിചയം കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് എന്നും കരുതാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അഗ്രസീവ് ഫുട്ബോളാണ് നമ്മൾ ഹൈദരാബാദിൽ ഇതുവരെ കണ്ടിട്ടുള്ളത്. കേരളവുമായി കളിച്ചപ്പോഴൊക്കെ തന്നെ ഒരാൾക്ക് മുന്നേറ്റം എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ തുല്യ ശക്തികളാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന് സമ്മർദ്ദത്തിലാക്കുന്നത് ഇവരുടെ ഈ ഹൈദരാബാദിൻ്റെ പെർഫോമൻസ്? തീർച്ചയായും നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ ഹൈദരാബാദിനെ ചെറുതായി കാണുന്നില്ല. ഹൈദരാബാദ് ഈ ലീഗ് ഘട്ടങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അവർ വളരെ മികച്ച മുന്നേറ്റം നടത്തി വന്ന താരങ്ങളാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ജാവോ, അതുപോലെ തന്നെ സേത്യാൻ സിംഗ്, ആശിഷ് റായ്, പ്രീതം സിംഗ്, അങ്ങനെ തുടങ്ങി നിരവധി പ്രതിഭാസമ്പന്നരായ താരങ്ങൾ ഹൈദരാബാദിൻ്റെ നിരയിലുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ അതൊക്കെ മറികടക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ പരിശീലകൻ്റെ തന്ത്രങ്ങൾക്ക് കഴിയും, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്ക് കഴിയും. കാരണം അവർ ഇന്നലെ തന്നെ തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗാലറി തന്നെയാണ്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും അവർക്ക് ഗാലറിയുടെ ഒരു പിന്തുണ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഈ ഗാലറി, പ്രത്യേകിച്ചും 98% മലയാളികൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ആ ഗാലറിയിൽ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നൊരു ഊർജ്ജം, അത് വല്ലാത്തൊരു എനർജി തന്നെയായിരിക്കും തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കാർക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. ഇന്നലെ അവർ പരിശീലനത്തിൽ എത്തിയപ്പോൾ പോലും
ആ ഒരു പിന്തുണ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ വളരെ 10-100 പേരായിരുന്നെങ്കിൽ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ അവർക്ക് പിന്തുണയുമായി 10,000-കണക്കിന് പേർ വന്നു കഴിഞ്ഞു. ഗാലറി 18,000 പേർ ഉൾക്കൊള്ളുന്ന ആ ഗാലറിയിൽ മലയാളി താരങ്ങളെ അല്ലെങ്കിൽ മലയാളി കേരള ടീമിനെ പിന്തുണയ്ക്കാൻ വേണ്ടി ഈ മലയാളി ആരാധകർ കൂടി എത്തുന്നതോടുകൂടി ആവേശം എനർജിയാവും. പക്ഷേ വളരെ ഒരു ടോട്ടൽ ഫുട്ബോൾ കളിക്കുന്ന മികച്ച ഒരു ടീം തന്നെയാണ് ഹൈദരാബാദ്. ആ ഹൈദരാബാദിനെ മറികടക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിചാരിക്കുന്നത്. അവരുടെ ടീം മാനേജ്മെൻറ്റും കരുതുന്നത് അത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ അത്തരമൊരു വിശ്വാസത്തിൽ ഊന്നിയുള്ള ഒരു പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. തിരിച്ചും അറ്റാക്ക് ജോയ് ഏതായാലും തുടരുക. നമ്മൾ ഇത്രയും സമയം ആ ആവേശമാണ് കണ്ടത്. ഇനി ഓരോ പ്ലെയേഴ്സും എങ്ങനെയാണ് അവർ ഈ മത്സരത്തെ വിലയിരുത്തുന്നത്, പ്രതീക്ഷ, അതൊക്കെ ന്യൂസ് 18-നുമായി പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെയുള്ള റിപ്പോർട്ടുകളിലേക്ക് എല്ലാം വരാം. ജോയിലേക്കും തിരിച്ചു വരാം. ഇടവേളയ്ക്ക് ശേഷം.